ഹലോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ലേൺ വിത്ത് ദീവ. നമ്മൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ എന്നോട് യോജിക്കുവോ വിയോജിക്കുവോ? അതായത് സെൽഫ് ലവ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് നിങ്ങൾക്ക് പോസിറ്റീവ് അപ്രോച്ച് ആണോ നെഗറ്റീവ് അപ്രോച്ച് ആണോ? ഞാൻ പറയും സെൽഫ് ലവ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ഇന്നത്തെ മാറി മറിഞ്ഞ സാമൂഹിക സാഹചര്യങ്ങളിൽ നമ്മൾ നമുക്ക് തന്നെയാണ് ആദ്യത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മുടെ പ്രയോറിറ്റീസ്, നമ്മുടെ ചോയ്സ്, അല്ലെങ്കിൽ നമ്മുടെ പ്രിഫറൻസസ്, ഇതിനാണ് നമ്മൾ ഒരു പണവടയെങ്കിലും മുൻതൂക്കം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയാവോ? കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി ഒരുപാട് ജീവിക്കുന്നു. നമ്മുടെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് അവരെല്ലാവരും സന്തോഷിക്കുന്നത് കാണാൻ വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുന്നു. ഓഫ് കോഴ്സ് ഈ സന്തോഷങ്ങളെല്ലാം നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നമ്മളോടൊപ്പം ഉണ്ടാകും. പക്ഷെ വൺസ് അവരുടെ കാര്യങ്ങളെല്ലാം നേടിക്കഴിയുമ്പോഴേക്കും അവരപ്പുറത്തേക്ക് കടന്നു പോയി കഴിയുമ്പോൾ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അവരത് ഓർത്തിരിക്കും, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ തിരിച്ചതിങ്ങോട്ട് റെസിപ്രിക്കേറ്റ് ചെയ്യേണ്ട ഒരു സമയം വരുമ്പോഴേക്കും അവരെല്ലാവരും അതിന് 100 കൂട്ടം എക്സ്ക്യൂസസ് കണ്ടുപിടിക്കും. അതായത് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു, ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ നന്നായി ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് സൂപ്പർബായിരുന്നു, അതിന് ഹാറ്റ്സ് ഓഫ് എന്ന് നിങ്ങളോട് പറയുമായിരിക്കും. ഒരുപക്ഷെ എല്ലാവരോടും പറയും. അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ അവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ നമ്മുടെ ജീവിതമോ സന്തോഷമോ വല്ലതും തിരിച്ചു കിട്ടുമോ? അല്ലെങ്കിൽ പോട്ടെ, ഇത്രയും കാലം അവർ നമുക്ക് വേണ്ടിയാണ് ജീവിച്ചത്, ഇനി അത് തിരിച്ചു കൊടുക്കേണ്ട സമയമായി എന്ന് ചിന്തിക്കുന്ന എത്ര പേരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ഞാൻ കണ്ടിട്ടില്ല അധികം ആരെയൊന്നും. ഇന്നത്തെ ഒരു നെക്സ്റ്റ് ജനറേഷൻ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തൊട്ട് മുൻപുള്ള തലമുറ വരെ ഒരുപാട് ആൾക്കാർ അവരുടെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഇതിൽ ഒരു 95% ആൾക്കാരും വല്ലാതെ ഡിപ്രഷനും അടിച്ച് നഷ്ടബോധത്തോടുകൂടിയും വേദനയോടുകൂടി ഒറ്റപ്പെട്ട് ജീവിക്കുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ പലരും ഇത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ശിഷ്ടകാലം എങ്ങനെ ജീവിക്കണം, ജീവിതമായിട്ട് എങ്ങനെ കോപ്പപ്പ് ചെയ്യണം എന്നറിയാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ടാവും. ശരിയല്ലേ? ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഞാൻ ഈ ഒരു ടോപ്പിക് അവതരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു കഥയൊന്നുമല്ല. ശരിക്കും എനിക്ക് വളരെയധികം അടുത്തറിയാവുന്ന ഒരു കുടുംബത്തിൽ നടന്നൊരു സംഭവമാണ്. നമുക്ക് ആ ക്യാരക്ടറിനെ ഗീത ചേച്ചി എന്ന് വിളിക്കാം. കാരണം അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ലെറ്റ്സ് കോൾ ഹർ ഗീത ചേച്ചി. ഗീത ചേച്ചി അച്ഛനും അമ്മയും അവരുടെ 3 സഹോദരങ്ങളും അടങ്ങുന്ന ഒരു കുടുംബമാണ്. അച്ഛൻ്റെ അമ്മയുടെയും കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള കുടുംബമാണ്. മക്കളെ സ്കൂളിലും കോളേജിലൊക്കെ അയച്ച് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, അവർക്ക് മുട്ടില്ലാതെ ഭക്ഷണവും കിട്ടുന്നുണ്ട്. പക്ഷേ ഈ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ക്യാരക്ടേഴ്സാണ്. അവർ തമ്മിൽ പരസ്പരം ഭയങ്കര അധികം പ്രണയത്തിലായിരുന്നു. ആ പ്രണയവും കരുതലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിനിടയ്ക്ക് മക്കളെ എങ്ങനെ ഗൈഡ് ചെയ്യണം, ലൈഫിൽ നമ്മുടെ അച്ഛനമ്മമാരുടെ ഒരു ഗൈഡൻസ് നമുക്ക് അങ്ങേറ്റം ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ ഈ ഒരു ഗൈഡൻസ് മക്കൾക്ക് എങ്ങനെ കൊടുക്കണം, അവരെ എങ്ങനെ നല്ലൊരു നിലയിൽ എത്തിക്കണം, ഇതിനെക്കുറിച്ചൊന്നും അച്ഛനും അമ്മയും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മൂത്ത മകളായ ഗീത ചേച്ചി ഏതാണ്ട് അവരെക്കാളും 12 വയസ്സിന് ഇളയിലാണ് അവരുടെ തൊട്ട് താഴെയുള്ള സഹോദരി. അപ്പോൾ ഗീത ചേച്ചി പഠിക്കാൻ മിടുക്കിയായിരുന്നുകൊണ്ട് അവർ നന്നായി പഠിക്കുകയും നല്ലൊരു ജോലിയിലേക്ക്, ഗവൺമെൻറ് ജോലിയിലേക്ക് തന്നെ കയറുകയും ചെയ്തപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെയും ജോലിയുടെയൊക്കെ ഒരു പ്രസക്തി അവർക്ക് മനസ്സിലായി. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും ഈ ഒരു നിരുത്തരവാദിത്വപരമായ സമീപനം കണ്ടിട്ടായിരിക്കാം അവർ സഹോദരങ്ങളുടെ എഡ്യൂക്കേഷനെയും ലൈഫിനെയൊക്കെ സീരിയസ് ആയി കണ്ട് ഈ ഒരു അച്ഛൻ്റെ അമ്മയുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ ഗൈഡ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ അച്ഛനും അമ്മയും പ്രായമായി പിന്നീട് അവർ ആ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് ലൈഫിലേക്ക് ചുരുങ്ങിക്കൂടി. ഞങ്ങൾ പ്രായമായി, ഞങ്ങൾക്കിനി ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു എക്സ്ക്യൂസിൽ. അപ്പോൾ എന്ത് പറ്റി? സ്വാഭാവികമായിട്ടും ഗീത ചേച്ചിയുടെ തലയിലായി ഈ താഴെയുള്ള കുട്ടികളുടെ ഉത്തരവാദിത്വം. ബാക്കി കഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും. എങ്കിലും അവരിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സഹോദരിമാർ 2 പേര്, അതിന് താഴെയുള്ളത് ഒരു സഹോദരനാണ്. ഗീത ചേച്ചി ഈ സഹോദരിമാരെയും സഹോദരനെയും ഒക്കെ ഉയർന്ന വിദ്യാഭ്യാസം കൊടുത്തു. അവർക്കൊക്കെ ജോലിയാകാനും എല്ലാ കാര്യത്തിനും ഗീത ചേച്ചി തന്നെയാണ് മുമ്പിൽ നിന്ന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സഹോദരിമാരുടെ വിവാഹ സമയമായി ഏറ്റവും നല്ല കുടുംബങ്ങളിൽ നിന്ന് തന്നെ അവർക്ക് വിവാഹം വരികയും അത് കഷ്ടപ്പെട്ട് നടത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തത് ഗീത ചേച്ചി തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹോദരിമാർ 2 പേരും പ്രായപൂർത്തിയായതിനു ശേഷമാണല്ലോ വിവാഹം കഴിച്ചത്. അവരെക്കാൾ 12 വയസ്സിന് മൂത്ത സഹോദരി വിവാഹം കഴിക്കാതെ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. പക്ഷേ ഒരു തവണ പോലും ആരും അവരോട് ചോദിച്ചിട്ടില്ല, ചേച്ചിക്കൊരു കുടുംബം വേണ്ടേ, വിവാഹം വേണ്ടേ, കുട്ടികൾ വേണ്ടേ എന്നൊക്കെ. അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ആരും അവരോട് ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ട് അവരവരുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയൊക്കെ പിന്നത്തേക്കായിട്ട് മാറ്റിവെച്ചു.
അങ്ങനെ ഈ വലിയ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം തലയിൽ നിന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് പ്രായം 45 അടുത്തു. ആ ഒരു സമയം വന്നപ്പോഴേക്കും അനിയത്തിമാരുടെ വിവാഹം, കുട്ടികൾ, അവരുടെ കുടുംബം സെറ്റിലാകുന്നതിൻ്റെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് ചേച്ചി ബിസി ആയിപ്പോയി. അച്ഛനും അമ്മയ്ക്കും ഒരു പ്രായം കഴിഞ്ഞപ്പോഴേക്കും മരിച്ചു പോവുകയും ആ കുടുംബ വീട്ടിൽ അവർ ഒറ്റയ്ക്കാവുകയും ചെയ്തു. ഇന്ന് റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വാർദ്ധക്യത്തിൽ അവർ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ. സഹോദരിമാരും സഹോദരനും ഒക്കെ വർഷത്തിലൊരിക്കലോ മറ്റോ 1-2 ദിവസം അവരുടെ കൂടെ വന്ന് തങ്ങും. അതിനുശേഷം അവരുടെ തിരക്കുള്ള ലോകങ്ങളിലേക്ക് അവരെല്ലാവരും മടങ്ങുകയാണ്. അവർക്ക് കുട്ടികളും അവരുടെ കുട്ടികളും ഒക്കെ ആയി. ഈ വാർദ്ധക്യത്തിൽ ഗീത ചേച്ചി അവർക്ക് വേണ്ടി ചെയ്ത ത്യാഗം എന്താണെന്നുള്ളത് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവരെല്ലാവരും ചേച്ചിയുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ആ റെസ്പോൺസിബിലിറ്റി ചേച്ചി ഭംഗിയായിട്ട് നടത്തി. പക്ഷേ ഇന്നത്തെ ഈ ഒറ്റപ്പെടലിൽ അവരുടെ അവശകാലത്ത് അവർക്ക് തങ്ങളെ താങ്ങായി നിൽക്കണം എന്നുള്ള ചിന്ത അവർക്ക് ആർക്കും ഇല്ല. ഇനി അതാരെങ്കിലും സൂചിപ്പിച്ചാൽ എന്തായിരിക്കും പറയാൻ പോവുക? അയ്യോ, എൻ്റെ ഭർത്താവ് ഒറ്റയ്ക്കാണ്, മകൾക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, എൻ്റെ വീട്ടിൽ ഇന്ന കാര്യങ്ങളുണ്ട്. ശരിയാണ്, എല്ലാവർക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾക്ക് ഈ ആവശ്യങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന ഒരാൾ, നമ്മളെ കരുതി ജീവിച്ച ഒരാൾ അവിടെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളത് അവർക്ക് ആർക്കും ആക്സെപ്റ്റ് ചെയ്യണ്ട. അന്ന് ഞങ്ങളുടെ ഉത്തരവാദിത്തം ചേച്ചിക്കായിരുന്നു. ചേച്ചി അത് ഭംഗിയായിട്ട് ചെയ്തു. ഈ ഒരു ക്രെഡിറ്റ് മാത്രമാണ് കിട്ടുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കിട്ടിയതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. അന്ന് ഗീത ചേച്ചി ആദ്യം അവരുടെ വിവാഹത്തിനെ കുറിച്ചും കുടുംബത്തിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കുകയും അതിനുശേഷം ഒരുപക്ഷെ നല്ലൊരു വ്യക്തിയാണ് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ അയാളുടെയും കൂടെ ഒരു സപ്പോർട്ടോടുകൂടി ഇവരെയൊക്കെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയുമാണ് ചെയ്യേണ്ടിയിരുന്നതെന്ന് ഞാൻ പറയുള്ളൂ. എങ്കിൽ അവർക്ക് ഈ ഒറ്റപ്പെടലും ദുഃഖവും ഡിപ്രഷനും ഒന്നും ഉണ്ടാകില്ലായിരുന്നു. സത്യമല്ലേ ഞാൻ പറയുന്നത്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഓൾവേസ് പ്രയോറിറ്റൈസ് യുവർ സെൽസ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെന്ന് ചവിട്ടി ഒരു മൂലയ്ക്ക് ഇട്ടിട്ട് ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് അർമാദിക്കാൻ പോവുകയാണ് എൻ്റെ ജീവിതം എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കണമെന്ന് ഞാൻ പറയില്ല. അത് ശരിയുമല്ല. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടപ്പെട്ടവരെ സഹായിക്കണം, അവരുടെ കൂടെ നിൽക്കണം, അവരുടെ ജീവിതത്തിൽ അവർക്ക് താങ്ങും തണലും ഒക്കെ ആവണം. പക്ഷേ അതിനു മുമ്പ് നമ്മളുടെ സന്തോഷം, നമ്മളുടെ ജീവിതം അത് സെക്യൂർ ആക്കിയിട്ട് മാത്രമേ ഇപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കാവൂ. കാരണം മാറിയ സാമൂഹിക സാഹചര്യത്തിൽ ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമ്മളുടെ സാനിറ്റി ഇൻസെയിനായി പോകാതിരിക്കാൻ, നമ്മളുടെ മനോനില തകരാറിലായി പോകാതിരിക്കാൻ അതേ ഉള്ളൊരു മാർഗം. പറയുമ്പോൾ അല്പം റൂഡായിട്ട് തോന്നും, പക്ഷെ വളരെ പ്രാക്ടിക്കലാണ്. ഇത് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുപാട് കണ്ട് വാഴ്ത്തിയ ഒരു മൂവിയാണ് പവിത്രം, അല്ലേ, മോഹൻലാലിൻ്റെ. ഈ ഒരു മൂവിയിൽ ചേട്ടച്ചൻ എന്ന് പറയുന്ന ആ കഥാപാത്രം നല്ല ബാങ്കിലുള്ള നല്ലൊരു ജോലി, പ്രണയം, ജീവിതം എല്ലാം ഉപേക്ഷിച്ച് അമ്മ മരിച്ചുപോയ ആ കൂടപ്പിറപ്പിന് വേണ്ടി ജീവിക്കുകയാണ് ചെയ്തത്, അല്ലേ. അദ്ദേഹം സ്വന്തമായിട്ടൊരു ജീവിതത്തിനെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടില്ല. അവസാനം ഈ പെൺകുട്ടിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് ശല്യമായപ്പോൾ ചേട്ടച്ചൻ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ഈ ഒരു ഒറ്റ ചോദ്യത്തിൻ്റെ മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിപ്പോയത്. പല ശുദ്ധാത്മാക്കളും ഇങ്ങനെ ജീവിതം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് പോകാറുണ്ട്. ഇത്തരം ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരവില്ലാതെ പകച്ചു നിന്ന് പോകാറുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് വരരുതെന്ന് നമ്മൾ തീരുമാനിച്ചാൽ തീർച്ചയായും സെൽഫ് ലവിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയൂ. എന്നോട് വിയോജിക്കുന്നവരുണ്ടാവാം, പക്ഷെ വളരെ പ്രാക്ടിക്കലും വളരെ സത്യവുമായിട്ടുള്ളൊരു കാര്യമാണ് ഞാനീ പറയുന്നത്. നമുക്ക് ഒരു ആഗ്രഹമുണ്ട്, അതൊരിക്കലും സാധിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നു. പെട്ടെന്നൊരു ഘട്ടത്തിൽ ഈ ആഗ്രഹം സാധിക്കാനുള്ളൊരു അവസരം വന്നു. പക്ഷെ അതേ സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരാൾക്ക് കൂടി ഒരാവശ്യം വന്നിരിക്കുന്നു. നോർമലി നമ്മൾ ചിന്തിക്കുന്നതാ, എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അവരുടെ കാര്യം ഇപ്പോൾ നടക്കട്ടെ, അവരുടെ സന്തോഷമാണ് എൻ്റെത്. വളരെ നല്ല ചിന്താഗതിയാണ്. പക്ഷേ ആ കാര്യം സാധിച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ചെയ്ത ഈ ഒരു ത്യാഗവും താങ്കൾക്ക് എന്താണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെന്നൊന്നും മറ്റുള്ളവരാരും അക്നോളജ് ചെയ്യാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് നേടിത്തരാൻ ആരും തയ്യാറായെന്നും വരില്ല. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 5% ആൾക്കാരും മറിച്ച് ചിന്തിക്കുന്നവരുണ്ടാവും. ദാറ്റ് മീൻസ് they are still the salt of the earth. Salt of the earth എന്ന് പറഞ്ഞാൽ വളരെ ഓണസ്റ്റ് ആയിട്ടും വളരെ നല്ല മനസ്സുള്ള ആൾക്കാർ. അങ്ങനെ സോൾട്ട് ഓഫ് ദി എർത്ത് ആയിട്ട് കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ 95% അവസരങ്ങളിലും ഈ പറയുന്ന വ്യക്തി ഒറ്റപ്പെട്ടു പോവുകയും സ്വന്തം ജീവിതവും ആഗ്രഹങ്ങളും ഒക്കെ ഹോമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവസാനം ഡിപ്രഷനും ദുഃഖവും മാത്രമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്കൊപ്പം ഇറങ്ങി നിൽക്കുക. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റൈസ് യുവർ സെൽഫ്സ്, ഫസ്റ്റ് ലവ് യുവർ സെൽഫ്സ്. നമ്മൾക്ക് നല്ല വേഷം ധരിച്ച് നടക്കുന്നത്, നന്നായിട്ട് ഒരുങ്ങി നല്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ധരിച്ച് നന്നായി മേക്കപ്പ് ഒക്കെ ചെയ്ത് ദിവസം നടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക. കാരണം ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് യുവർ സെൽഫ് ലവ്. മറ്റുള്ളവർ എന്ത് പറയുന്നുള്ളതല്ല. എനിക്ക് എന്നെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സന്തോഷമായിട്ടും സമാധാനമായിട്ട് നടക്കുക. നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ അത് ബൂസ്റ്റ് ചെയ്യും. ഇനി സലൂണിലൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകണം.
ഒരു സെൽഫ് കെയറും പാമ്പറിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് സന്തോഷം കിട്ടുമെങ്കിൽ ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് യുവർ സെൽഫ് ലവ്. അത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുമോ, അത് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അവരുടേതാണ്. അതനുസരിച്ച് ജീവിക്കാനുള്ള കോൺട്രാക്റ്റ് ഒന്നും നമ്മൾ ആർക്കും എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. ഇത്തരത്തിലുള്ള ആർക്കും ദോഷമില്ലാത്ത കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടുമെങ്കിൽ ആദ്യം നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ചെറിയ ആളുകൾക്ക് നല്ല മ്യൂസിക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൺട്രി സൈഡിൽ കൂടെ ഒന്ന് സമാധാനത്തോടെ പീസ്ഫുള്ളായിട്ട് നേച്ചറൊക്കെ എൻജോയ് ചെയ്ത് നടക്കുമ്പോഴാണ് സന്തോഷം കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്തരം അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളത് എൻജോയ് ചെയ്യണം. ഡാൻസ് ചെയ്യുന്നത് ഇഷ്ടമുള്ളവരുണ്ട്. ഞാൻ ഡാൻസ് ചെയ്താൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ, അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അതാണ് നിങ്ങളുടെ സന്തോഷമെങ്കിൽ ഗോ ഹെഡ്, ഡു ഇറ്റ്, എക്സ്പ്ലോർ ഇറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊന്നും ആർക്കും ദ്രോഹം വരുന്ന കാര്യങ്ങളല്ല. ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം എൻജോയ് ചെയ്ത് ഞാൻ എന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് അവനവനെ തന്നെ ബോധ്യപ്പെടുത്തി ജീവിക്കുക. ഒപ്പം നമ്മുടെ ഏറ്റവും അടുത്ത ആഗ്രഹങ്ങൾ, ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിന് മറ്റുള്ളവരുടെ പ്രയോറിറ്റി നോക്കേണ്ട ആവശ്യമില്ല. അതിനാദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് മറ്റുള്ളവരെ ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ ലൈഫൊക്കെ എംപവർ ചെയ്യാനും ഒക്കെ നമ്മൾ മുന്നിട്ടിറങ്ങുക. ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളോട് യോജിക്കുന്നവരും ഉണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഹെൽത്തി ആയിട്ടും ഫ്രൂട്ട്ഫുൾ ആയിട്ടും ചർച്ച ചെയ്ത് പോവാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ലൈഫ് ഇസ് ടു ഷോർട്ട്, സോ ഓൾവേസ് ട്രൈ ടു മേക്ക് എ ചേഞ്ച്. ഫോളോ മൈ ചാനൽ ഫോർ മോർ സച്ച് വീഡിയോസ്.